ഞാനൊരു പെണ്ണായിട്ട് കൂടിയില്ലാന്ന് എന്റെ തള്ളക്കറിയായിരുന്നു. എന്നിട്ടും അവന്റെ കയ്യിൽ നിന്ന് കാത്തു വാങ്ങി ഒരു മാറിനെ വെക്കണ പോലെ എന്നെ വിറ്റു. എനിക്കറിയാത്ത ഒരു പുഴുത്ത പട്ടിയാണെന്ന്. കോഴിക്കോട് നരിക്കുനി പട്ടണത്തിലെ ശിവരാത്രി കാലത്തെ നൃത്തനാടകങ്ങളിലാണ് സുരഭിയുടെ മനസ്സുടക്കിയത്. കുട്ടിക്കാലത്തെ ആ കൗതുകം പഠനകാലത്ത് നാടകവേദിയിലേക്ക് വഴിതെളിച്ചു. കാലടി ശങ്കരാചാര്യ സർവകലാശാലയിൽ നിന്ന് ഭരതനാട്യത്തിൽ ബിരുദവും തിയേറ്റർ ആർട്ടിൽ ബിരുദാനന്തര ബിരുദവും നേടിയ സുരഭി ആദ്യമായി തട്ടിൽ കയറിയത് കണ്ണാടി എന്ന കോളേജ് നാടകത്തിലൂടെയാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ മിക്കവാറും പ്രൊഡക്ഷൻസ് ഉണ്ടാവും, സ്റ്റുഡൻസിൻ്റെ ഉണ്ടാവും, ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ കണ്ണാടി എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം ഉണ്ടാവും. ജയപ്രകാശ് കുളൂർ എഴുതിയിട്ട് വിനോദ് കുമാർ സാർ സംവിധാനം ചെയ്തത്. പിന്നെ നമ്മൾ സൗത്ത് സോൺ, പിന്നെ നാഷണൽ ഫെസ്റ്റിവൽ, പിന്നെ ഇറ്റ്ഫോക്ക്, പിന്നെ അങ്ങനെ എല്ലാ ഫെസ്റ്റിവലിനൊക്കെ കോളേജിൽ നിന്നും നാടകം സെലക്ട് ആവുമായിരുന്നു. തിരക്കഥ, ഗുൽമോഹർ, അയാളും ഞാനും തമ്മിൽ തുടങ്ങിയ സിനിമകളിൽ ചെറുതെങ്കിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ സുരഭി വെള്ളിത്തിരയിൽ സജീവമായി. ഈ വർഷം ആദ്യമാണ് തിരുവനന്തപുരം അഭിനയ തിയേറ്റർ റിസർച്ച് സെന്ററിന്റെ നാടകത്തിൽ സുരഭി ഭാഗമാകുന്നത്. സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ അഭിനയ ഒരുക്കിയ ഇരകളോട് മാത്രം സംസാരിക്കരുത് എന്ന നാടകത്തിലൂടെയായിരുന്നു തുടക്കം. സൗമ്യയുടെയൊക്കെ വിഷയം നമ്മൾ വായിച്ച സമയത്ത് എപ്പോഴും ട്രെയിനിൽ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെ ഇതിനോട് ഇതാക്കുന്നൊക്കെ ഉള്ള നമുക്കുള്ളിലൊരു സ്ത്രീത്വം ഉണരില്ലേ ഇങ്ങനത്തെ വിഷയങ്ങൾ. അപ്പോഴാണ് ഈ നാടകം വന്നത്. അപ്പോൾ അതിനോട് സഹകരിച്ച് ഇപ്പോൾ 4ാമത് അഭിനയ സമ്മർ തിയേറ്റർ ഫെസ്റ്റിവലിനൊപ്പവും സുരഭിയുണ്ട്. ഞാനിപ്പോൾ ഏതായാലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ. ഒന്ന് വരണം ശരിക്കും പറഞ്ഞാൽ. അത് അനുഭവിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. കണ്ണൂർ മുതൽ നമ്മൾ എല്ലാ ജില്ലകളിലും പോയിട്ട് 3 ദിവസം നിന്നിട്ടുള്ള 10-40 പേരടങ്ങുന്ന ഒരു സംഘത്തിൻ്റെ ഒരു യാത്ര. നാടകപ്രവർത്തകർ സിനിമക്കാരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതിന് സുരഭിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. പഴയ തിലകനടക്കമുള്ള ഭരത് ഗോപി, അവർ കുറേ ആൾക്കാർ, അവരൊക്കെ എല്ലാവരും ഭയങ്കര തിയേറ്റർ ആർട്ടിസ്റ്റുകൾ സിനിമയിൽ നിൽക്കുമ്പോൾ ഭയങ്കര ആഴം തോന്നില്ലേ നമുക്ക്. അവരെത്ര കൊടുങ്കാറ്റ് വന്നാലും അവിടെ എങ്ങനെ നിൽക്കും. കാരണം എൻ്റെയും ഒരു ആഗ്രഹം അതാണ്, മുകളിലേക്ക് വളരുക എന്നുള്ളതല്ല, താഴത്തോട്ട് എത്രത്തോളം വേരുറപ്പിച്ച് നിൽക്കുക എന്നുള്ള ഒരു ഇതാണ്. സിനിമയിലെയും നാടകത്തിലെയും സ്ത്രീകളെക്കുറിച്ച് സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറി വരുന്നതായി സുരഭി പറയുന്നു. നമ്മുടെ അനുവാദമല്ലാതെ ഇപ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും ആരെങ്കിലും ഒറ്റയ്ക്ക് കൊണ്ടുപോയി പിടിച്ചുകൊണ്ടുപോയി പിടിപ്പിക്കാന്നല്ലാണ്ട് സിനിമയിലും സീരിയലും തന്നെ ഒരുത്തനും നമ്മുടെ മേത്ത് തൊടൂല. നമുക്കിഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എറിയുന്നോ അതുപോലെ തിരിച്ച് വരുള്ളൂ. അപ്പോൾ നമ്മൾ നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കുക, വേണ്ട രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ ഒരാളും വരില്ല. നാട്ടിലെ ആണുങ്ങൾ അത്ര മോശക്കാരായിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. സഖാവ് പി കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള സിനിമയിൽ ചിരുതയായും മാർട്ടിൻ പ്രക്കാട്ടിന്റെ ABCDയിലൂടെയും സുരഭിയെ വൈകാതെ വീണ്ടും വെള്ളിത്തിരയിൽ കാണാം. ഒപ്പം തനിക്ക് ആവേശമാകുന്ന കുറെ നല്ല നാടകങ്ങൾക്കായും സുരഭി കാത്തിരിക്കുന്നു. സിനിമയിൽ അഭിനയിക്കുമ്പോഴും സീരിയലിൽ അഭിനയിക്കുമ്പോൾ ഒന്നും കിട്ടാത്ത ഒരു സുഖം നാടകം വെച്ചാൽ ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേറെ കുറേ ഇമോഷൻസിലൂടെയൊക്കെ കടന്നുപോയി വേറൊരു ജന്മത്തിലേക്കൊക്കെ പോകുന്ന മാതിരി തോന്നും. വിനോദ് ജനാർദ്ദനൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.